ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സദ്യ സ്പെഷ്യൽ അട പ്രഥമനാണ്. ഈ അട ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ്. പാക്കറ്റ് അട ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. എളുപ്പത്തിലുള്ള രീതിയാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഞാനിന്ന് അട പ്രഥമൻ വയ്ക്കാൻ വേണ്ടി അട ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇന്ന് പാക്കറ്റ് അട ഉപയോഗിക്കുന്നില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനിവിടെ ഒരു 1/2 കപ്പ് മൈദ, 1 കപ്പ് നമ്മുടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഹെൽത്തി വേർഷൻ ആയിക്കോട്ടെ, അതുകൊണ്ട് ഞാൻ ഗോതമ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരേ ഒരു പിഞ്ച് സോൾട്ട്. പിന്നെ ഇത് നമുക്ക് പാലിൽ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ പാലൊഴിച്ച് കുഴച്ചെടുക്കാം. കുഴച്ചതിന് ശേഷം അവസാനം നമുക്ക് കുറച്ച് നെയ്യ് കൂടെ എടുത്ത് ഈ കൈയിൻ്റെ ഒട്ടൽ ഒന്ന് മാറാനായി ഒരല്പം നെയ്യ് കൂടെ ഉപയോഗിച്ച് ഈ മാവ് കുഴച്ചെടുക്കാം. അപ്പം പാല് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ ചൂടുള്ള വെള്ളം ആയാലും കുഴപ്പമില്ല. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ. അപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പ് മാവ്, ഈ കപ്പിൽ 1 കപ്പ് ഗോതമ്പ് മാവ്, 1/2 കപ്പ് മൈദ, പിന്നെ പാലിലാണ് 1 പിഞ്ച് ഓഫ് സോൾട്ട്. പാലിൽ നന്നായി കുഴച്ചെടുത്തു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുത്തു. ഇനി ഇത് നന്നായി നമുക്കൊന്ന് ഇങ്ങനെ നന്നായി ഒന്ന് സോഫ്റ്റായി ആകും വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയെടുക്കണം. അപ്പോൾ പല രീതിയിൽ അട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എനിക്കിത് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായി തോന്നി. അതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നന്നായി കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്ത മാവിൽ നിന്നും ഒരു ഉരുള എടുത്ത് ഞാനിതുപോലെ ചപ്പാത്തി പരത്തും പോലെ പരത്തി. കറക്റ്റ് റൗണ്ട് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മളിത് മുറിച്ചെടുക്കാൻ പോവുകയാണ്. പക്ഷേ എഡ്ജസൊക്കെ തിക്കായിട്ടല്ലാതെ കുറച്ച് തിന്നായിട്ട്, എത്ര തിന്നായി പരത്താൻ പറ്റുമോ അത്രയും തിന്നായി പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളിത് കീറി ഈ ഒരു നൈഫ് ഉപയോഗിച്ച് ഇങ്ങനെ നമ്മളിതിനെ മുറിച്ച് എടുക്കാം. നമുക്ക് നല്ല തിൻ പീസസ് ആണ് വേണ്ടത്. അതുകൊണ്ട് മാക്സിമം എല്ലാ സ്ഥലത്തും ഒരുപോലെ തിന്നായി വരത്തക്കവണ്ണം ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ നെടുകയും കുറുകയും നമുക്ക് മുറിച്ചെടുക്കണം. കറക്റ്റ് ഷേപ്പൊന്നും വേണ്ട, എന്നാലും ഒരു സ്ക്വയർ പീസസായി കിട്ടത്തക്കവണ്ണം നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇനി കുറുകെ കൂടെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇപ്പം നെടുകയും കുറുകയും മുറിച്ച് കൊടുത്തു. അപ്പോൾ നമുക്കിതാ ഇതുപോലത്തെ
പീസസ് കിട്ടി. ശരിക്കും നമ്മൾ വാങ്ങുന്ന അട പോലത്തെ പീസസ് കിട്ടി. ഇതിനെ നമുക്കിനി ഒരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റിയിടാം. ഇത് ഒന്നിനൊന്ന് ഒട്ടാത്ത രീതിയിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മാവ് മുഴുവനും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ചപ്പാത്തി പോലെ പരത്തിയതിന് ശേഷം വളരെ തിന്നായി പരത്തിയതിന് ശേഷം ഇങ്ങനെ നെടുകയും കുറുകയും ഇങ്ങനെ ലൈൻ കൊടുത്ത് ഒന്ന് കീറി എടുത്തു. അപ്പോൾ നമുക്ക് ഈ ഓരോ ചെറിയ ചെറിയ പീസസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകൾ ഇപ്പോൾ ശരിക്കും നമ്മൾ വാങ്ങുന്ന അടയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുഴുവൻ ഇതുപോലെ, അപ്പോൾ ഇത് മുഴുവനും ഞാനിതുപോലെ പരത്തി നെടുകയും കുറുകയും കീറി ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കി എടുത്തു. ഇനി ഇതിനെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്കിത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ അട വേവിക്കും പോലെ വേവിച്ചെടുക്കണം. അപ്പോൾ അട ഇവിടെ നന്നായി വെള്ളം വെട്ടി തിളച്ചു. ഞാൻ ഈ പീസസ് ഇട്ട് കൊടുത്തു. ഇതിന് നന്നായി വെന്ത് വരുമ്പോൾ ഒന്നെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ. സാധാരണ മറ്റേ അട വേവിക്കും പോലെ തന്നെ നമുക്കത് വേവുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഈ ശർക്കര കൂടെ ഒന്ന് ഉരുക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ വേവിക്കാനിട്ട അട നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന അട നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടും പോലെ അതിനേക്കാളും കുറേ കൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ അട കഴുകും പോലെ തന്നെ ഇതിനെ ഒരു 1-2 വെള്ളം ഇതിൻ്റെ പശയൊക്കെ പോകാനായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിനെ ഇനി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ അട ഞാൻ 1-2 വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വരട്ടിയെടുക്കണം. ഇനി നമുക്ക് ഈ അടയിലോട്ട് ശർക്കര ഉരുക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് ബോയിൽ ചെയ്ത ശർക്കരയാണ്. കല്ലും മണ്ണും ഒക്കെ മാറ്റി അരിച്ചെടുത്തതാണ്. അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി വരട്ടിയെടുക്കണം. ആവശ്യത്തിന് നെയ്യും ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് വരട്ടി എടുക്കാം. ഇനി നമ്മൾ 1-ാം പാലും 2-ാം പാലും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറയാം. ഇതിപ്പോൾ ഒരു 1.5 തേങ്ങയുണ്ട്, അത് ചിരകി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിൽ 1 കപ്പ്. ഇനി ഇതിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കുമ്പോൾ അതിനെ പിഴിഞ്ഞ് എടുക്കുന്ന കട്ടിയായിട്ടുള്ള പാലാണ്, അതാണ് 1-ാം പാല്. പിന്നെ നമ്മൾ ആവശ്യത്തിന് 1-2 കപ്പ് 2-3 നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ ഒരിക്കൽ കൂടെ മിക്സിയിൽ അടിച്ചെടുക്കുന്ന പാലാണ് 2-ാം പാല്. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി തിളച്ചു. പക്ഷേ ഇതിന് വെള്ളം മുഴുവനും വറ്റി നന്നായിട്ട് വരണ്ട് വരണം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ ഇട്ട് വരട്ടിയെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യ് കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി വറ്റി വരണം. ഇപ്പോൾ ഈ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇളക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുറേ നമ്മൾ ആദ്യം വറ്റിച്ച വെള്ളവും കുറേ അധികം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി മതി. ഇനി നമുക്ക് ഉടനെ ചെയ്യാനാണെങ്കിൽ ഇത് മതി. അല്ല നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാനാണെങ്കിൽ ഇത്തിരി കൂടെ ഒന്ന് ടൈറ്റാക്കി എടുത്താൽ കൊള്ളാം. ഇതിപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 2-ാം പാല് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായി ഒന്ന് തിളയ്ക്കണം. ഇവിടെ ഞാൻ ചവ്വരിയും വേവിച്ചെടുത്ത് കഴിഞ്ഞു.
ചവരി ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചവരി നല്ല ട്രാൻസ്പാരൻ്റ് ആവും വെന്ത് വരുമ്പോൾ. പിന്നെ നമുക്ക് കട്ടിയായി എന്ന് തോന്നിയാൽ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അവസാനം ഇതാ ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് നമ്മൾ പായസത്തിൽ ചേർക്കുന്നത് പായസത്തിൻ്റെ തിക്നെസ് കൂട്ടാനും പിന്നെ കാണാനും ഒരു ഭംഗിയുണ്ട്. പിന്നെ കഴിക്കുമ്പോഴും നല്ലൊരു സുഖമാണ് ഈ ചവ്വരി കൂടെ ഉള്ളപ്പോൾ. അപ്പോൾ ഇതിനി നന്നായി. ഇനി നമുക്കിതിലോട്ട് ഈ ചവ്വരി കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തു, ചവ്വരിയും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് നന്നായി തിളച്ചു. ഇനി നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാം. ഇനി നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തത്, 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തത് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും അടപ്രഥമൻ റെഡി ആയി കഴിഞ്ഞു. ഹോം മെയ്ഡ് അടയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എളുപ്പത്തിൽ നമുക്ക് പാക്കറ്റ് അട വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.